ആ കത്തി ഞാനേ ദേ ഇവിടെ ഒരു കുഴി എടുത്തേ. ദേ ഇവിടെ കൃഷിഭവനിൽ കിട്ടിയ ഓമരമാണ്, നല്ല അടിപൊളി സാധനമാണ്. ഇത്ര അടുത്ത് വേണോ? ഇത് റോഡല്ലേ? ഇവിടെ വെച്ച് കഴിഞ്ഞാല് പന്നി കുത്തി പോരാ, അവിടെ വെച്ച് കഴിഞ്ഞാൽ പന്നി കുത്തി അവർ കൊണ്ടുപോകും അവരുടെ പാട്ടിന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ഇവിടെ കുഴിച്ച് ബ്ലോക്കിൽ നിന്ന് കിട്ടിയ കപ്പരമാണ്, ആ മരം അങ്ങോട്ട് പോയി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2-3 കപ്പക്കൂടം കൂടെ കൊത്തണം. അച്ചായോ, എന്നാ ഇവിടെ പരിപാടി? എന്നാടാ ഒരു വാഴയോ അല്ലെങ്കിൽ ഒരു ഓമരോ ഒന്ന് കുഴിച്ചു വെക്കാന്ന് വെച്ച് വന്നാടോ? അല്ല ചായ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ മേലോട്ട് സ്ഥലം ഉണ്ടല്ലോ, പിന്നെന്തിനാ ഈ പൊതുസ്ഥലത്ത് ഇങ്ങനെ വാഴയും കപ്പയെല്ലാം നടുന്നു? ഇതെല്ലാം ഇത് നമ്മുടെ സ്വന്തം അല്ലേടോ? സ്വന്തമല്ലേ? ഇത് പൊതുസ്ഥലല്ലേ? ഇത് പൊതുവായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കണം. ഇപ്പൊ ഒരു അപകടം നടന്നു, ആ സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി, ഇതൊരു വളവല്ലേ, ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുവച്ചാല് നമുക്കൊരു വണ്ടി വന്ന് പെട്ടെന്ന് പാർക്ക് ചെയ്യണമെങ്കിലാവോ? ഞാൻ ഈ അച്ചായനോട് പറഞ്ഞതാണ് ഇത് ഇവിടെ വെക്കണ്ട, മുകളിൽ വെക്കാന്ന്. എടാ ഞാൻ പറഞ്ഞ നീ അങ്ങ് കേട്ടാ മതി. നിനക്ക് വൈകുന്നേരം ഞാൻ ചുള എണ്ണി തരണ്ടേ? നിങ്ങൾ പറയുന്നൊന്നും നോക്കണ്ട, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാടോ. പണി നോക്കിട്ട് പോ. സ്ഥലമാണ് നിങ്ങൾക്കും എനക്കും എല്ലാം ഓരോ പൗരനും അവകാശപ്പെട്ട സ്ഥലമാണ്. എനിക്കും അവകാശപ്പെട്ടതുകൊണ്ടാണ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ പറമ്പിലല്ലാതെ ഇവിടെ പൊതുസ്ഥലത്ത് കൃഷി ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അവകാശപ്പെട്ട പ്രശ്നം. എടി ഉവേ, ഇവിടെ ഒന്നും ഈ മരവും അതൊന്നും വെക്കാൻ പാടില്ലെന്നാ ഇവര് പറയുന്നത്. എന്റെ ചേച്ചി, എങ്ങനെയാ നിങ്ങളുടെ സ്ഥലമാകുന്നേ? നിങ്ങളുടെ സ്ഥലം അതിന്റെ അകത്തല്ലേ? എടാ ഉവേ, ഇത് നമ്മുടെ മുമ്പിലുള്ള സ്ഥലമല്ല, നമ്മുടെ സ്വന്തമാണ്. എന്റെ ചാച്ച, ഇവിടെ ഇതൊന്നും വെക്കാൻ അവര് സമ്മതിക്കുന്നില്ലെന്ന്. എന്തിനാണ് അവരോട് തർക്കിക്കാൻ നിൽക്കുന്നത്? നമ്മൾ ഇഷ്ടം പോലെ സ്ഥലം വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഞാൻ. പിന്നെ എനിക്ക് അവിടെ ചെന്ന് ചെയ്താൽ പോലെ. അതിനൊരു കാര്യം ചെയ്യും, ചാച്ചന്റെ പണി നോക്കിയോ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കാം. എടാ, ഇതൊക്കെ പൊതു സ്ഥലമല്ലേ, നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എത്ര സ്ഥലമുണ്ട്? എന്തിനാണ് ചാച്ചോ, നമ്മുടെ സ്ഥലമല്ലേ ഇതും കൂടെ? ശരിയാണ്, എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത്? നമുക്ക് കഷ്ടം പോലെ സ്ഥലം അവരോട് പുറമ്പോക്കാന്ന് പറയാം. അവര് പറയും വിട്ടുകൊടുത്തായിരുന്നു അവർക്ക്. ആ ചാച്ചൻ പോയട്ടെ. ഇതൊന്നും പറഞ്ഞൊരു കാര്യമില്ല ചേട്ടാ, നമുക്ക് പോവാം. പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, നമുക്ക് പോവാം. അല്ല മക്കളെ, നിക്കേ, അവരോടൊന്നും പറഞ്ഞൊരു കാര്യമില്ല മക്കളെ. അത് ഞാൻ പറഞ്ഞു അവരോട് പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങൊരു പ്രായം നാളെ ഇത് ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എന്ന് വെച്ചാല് റോഡിന് നമ്മുടെ വീടിന്റെ സ്ഥലം അലങ്കരിച്ച് ചെടിയെല്ലാം വെച്ച് അലങ്കരിക്കുക, അതിന്റെ ബാക്കി വരുന്ന പൊതു സ്ഥലത്ത് കപ്പയായാലും ചേമ്പായാലും എല്ലാം നടുക. അതൊന്നും ശരിയല്ല. ഇപ്പത്തെ പിള്ളേർക്ക് ഒന്നും അറിയില്ല. അതൊക്കെ ഞാൻ പറയും ശരിയാക്കിയോളാം മക്കളെ. നിങ്ങൾ പോയിക്കേ. പിള്ളേരെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത്? ഇതൊക്കെ എടുത്തേ, കപ്പളൊക്കെ എടുത്തേ, മോളിൽ കൊണ്ട് വെച്ചേ. എടുക്കാം അവിടുന്ന്. എടുത്തേ മോളിൽ കൊണ്ട്. എന്തിനാ ജനങ്ങളെ കൊണ്ട് പറയിക്കുന്നേ? നമ്മൾ മര്യാദ കാണിക്കാൻ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലോകം നിങ്ങൾക്കൊന്നും അറിയത്തില്ല കിട്ടോ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ. നമ്മൾ നാട്ടുകാരെ പറയുന്നത് കുറേശ്ശെ അംഗീകരിക്കണ്ടേ? വീടും പരിസരവും ഇന്റർലോക്കും പച്ച പരവതാനിയും വിരിച്ച് മൂടികൂട്ടി മതിലിന്റെ പുറത്തു വരുന്ന പരിമിതമായ സ്ഥലത്ത് കൃഷി ചെയ്ത് സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടാക്കുന്ന ഇത്തരക്കാർ നമുക്കിടയിലുമില്ലേ? ദന്തചികിത്സാ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയ് ചാർജ് എടുത്തിരിക്കുന്നു. കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ്, ദന്തക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ, ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നമ്പ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു. റൂട്ട് കനാൽ, കുട്ടികളുടെ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി, ദന്തക്രമീകരണ ചികിത്സ, മോണരോഗ ചികിത്സ, നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ, ഓറൽ സർജറി, ദന്തൽ എക്സ്റേ, നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 9446524809. ശാന്തി ഡെന്റൽ ക്ലിനിക്, പ്രശാന്ത് ബിൽഡിംഗ്, ചെറുപുഴ.